സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുക്കാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഉമ്മൻചാണ്ടിക്കും ആര്യാടനും പണം നൽകിയെന്ന സരിതയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് വിജിലൻസ് കോടതിയുടെ നടപടി. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ വേണമെന്ന് കോടതി പറഞ്ഞു. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ ഉത്തരവ് ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. സോളാർ തട്ടിപ്പ് കേസിൽ സരിത നായരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും എതിരെ എഫ്ഐആർ എടുത്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. പൊതുപ്രവർത്തകൻ പി.ഡി. ജോസഫ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഹർജി വിജിലൻസ് കോടതിയുടെ പരിധിയിൽ വരില്ലെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം കോടതി തള്ളി. തടസ്സ ഹർജിക്കായി 10 ദിവസം ആവശ്യപ്പെട്ടെങ്കിലും കോടതി വഴങ്ങിയില്ല. മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദും ഉൾപ്പെടെ 8 പേർക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. കോടതിയുടെ മുമ്പിൽ വരുന്ന കേസുകൾ വളരെ വ്യക്തമായി പരിശോധിച്ച് അത് അന്വേഷിക്കാനായിട്ടുള്ള ഉത്തരവിടാനുള്ള പവർ സുപ്രീം കോടതി അടക്കം ഉള്ളവർ നൽകിയിട്ടുള്ളതാണ്. അതാണ് എൻ്റെ കടമ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് അന്വേഷിക്കണോ വേണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ടെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. ഇത് അന്വേഷിക്കേണ്ട ചുമതല പോലീസിനാണ്. പോലീസ് ഇത് അന്വേഷിക്കേണ്ടതാണ്. ഇതാണ് ജഡ്ജി പറഞ്ഞിട്ടുള്ളത്. വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ത്വരിതാന്വേഷണം നടത്തിയാൽ പോരെയെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം കോടതി പരിഗണിച്ചില്ല. മുൻ മന്ത്രി ഗണേഷ് കുമാർ, ആര്യൻ മുഹമ്മദിന്റെ സെക്രട്ടറി പി.എ. കേശവൻ, ഗണേഷ് കുമാറിന്റെ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിമാരായിരുന്ന ജിക്കുമോൻ, ഡെനി ജോപ്പൻ, സരിത എസ് നായർ എന്നിവർക്കെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെന്നും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും തുല്യനീതി നടപ്പാക്കണമെന്നും കോടതി ഓർമ്മപ്പെടുത്തി. അസാധാരണ ചോദ്യങ്ങൾക്ക് അസാധാരണ ഉത്തരം ഉണ്ടാകാമെന്ന ബീർബലിന്റെ ഉദ്ധരണി ചൂണ്ടിക്കാട്ടിയായിരുന്നു തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഏപ്രിൽ 14-നകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ നാളെ സ്വകാര്യ അപ്പീൽ നൽകുമെന്ന് ഉമ്മൻചാണ്ടി. കൊച്ചിയിൽ നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിധി വന്ന സമയത്ത് ഞാൻ മലപ്പുറത്തായിരുന്നു. നേരത്തെ നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് തിരുവനന്തപുരത്തിന് പോകാനായിട്ട് വന്നതാണ്. അപ്പം അഡ്വക്കേറ്റ്സുമായിട്ടൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 1 മണിക്കൂർ നേരത്തെ വന്നത്. എന്നാൽ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചു. നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പൊതുവായ ഒരു ഇതുണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് നടപടി ഉണ്ടാകും. സ്വകാര്യ അപ്പീലായിരിക്കും നൽകുന്നത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കില്ലെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഹൈക്കമാൻഡിനോട് ആലോചിച്ച ശേഷം തീരുമാനം എടുക്കുമെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദും പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. അതേസമയം പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ചയ്ക്ക് ശേഷമേ എന്തെങ്കിലും പ്രതികരിക്കൂവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും കോട്ടയത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വ്യക്തമായിട്ട്, ധാർമ്മികതയ്ക്കപ്പുറമാണ് മനസ്സാക്ഷിയുടെ ശക്തി. ഞാൻ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കും, ഹൈക്കമാൻഡുമായിട്ട് സംസാരിക്കും, എന്നിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. ഈ വിജിലൻസ് കോടതി പറഞ്ഞത് മുഴുവൻ സംസ്ഥാന മുഖ്യമന്ത്രി അതുപോലെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ ഒരു വിഷയം വന്ന നിലയ്ക്ക് അദ്ദേഹവുമായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും മറ്റു മുതിർന്ന നേതാക്കളുമായും സംസാരിച്ചെടുക്കുക. കാരണം കേരളത്തിലെ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവരുമായി സംസാരിച്ചതിന് ശേഷമേ മറ്റൊരു പ്രതികരണത്തിലേക്ക് പോകാനാവൂ. കോടതിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉടൻ രാജിവെക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ തന്നെ നാണക്കേടിലേക്ക് തള്ളിവിട്ട സംഭവത്തിൽ ഘടകകക്ഷികൾ മൗനം പാലിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് LDF കടക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ചെറിയ പോക്കറ്റടിക്കാരനെ വലിയ പോക്കറ്റടിക്കാരൻ കൊള്ളയടിച്ചതുപോലെയാണ് സരിതയെ മുഖ്യമന്ത്രി കബളിപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. ബാബുവിൻ്റെ രാജി സ്വീകരിക്കാതിരുന്ന ഉമ്മൻചാണ്ടി താൻ രാജിവെക്കേണ്ടതില്ല എന്നുകൂടി ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ വിചിത്രമായ ഒരു നിലപാടാണത്. ജനാധിപത്യത്തോടും ജനാധിപത്യ രീതികളോടും നിയമത്തോടും നിയമവാഴ്ചയോടും നീതിന്യായ സംവിധാനത്തോടും തെല്ലെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ വേണ്ടത് രാജിവെച്ച് അന്വേഷണത്തെ നേരിടലാണ്. സ്വാഭാവികമായും
ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കേണ്ട ബാധ്യത ഘടകകക്ഷികൾക്കുണ്ട്. കാരണം നാടാണാകെ അവമാനത്തിലാകുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരമൊരു അന്വേഷണം നടക്കുമ്പോൾ. അപ്പോൾ തങ്ങളുടെ നേതാവിൻ്റെ മേലെയുള്ള അന്വേഷണം എങ്ങനെ നടക്കണമെന്നതിനെക്കുറിച്ച് UDF-ലെ ഘടകകക്ഷികളുടെ പ്രതികരണം വരണം. തൃശ്ശൂരിലെ വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കെതിരായും ഇലക്ട്രിസിറ്റി മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരായും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണം എന്ന് ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും ഉടനെ രാജിവെക്കാൻ തയ്യാറാവണം. മുഖ്യമന്ത്രി അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭണത്തെ ഈ ഗവൺമെൻറ് നേരിടേണ്ടതായിട്ട് വരും. ചെറിയ പോക്കറ്റടിക്കാരൻ്റെ പോക്കറ്റ് വലിയ പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് തട്ടിപ്പുകാരിയായ സരിതയെ തട്ടിച്ച് ഉമ്മൻചാണ്ടി കാശ് അടിച്ചെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോടതി വിധി മാനിച്ച് അധികാരം വിട്ടൊഴിയാൻ തയ്യാറായില്ലെങ്കിൽ അതിരൂക്ഷമായ പ്രക്ഷോഭണം ആയിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക. കോടതിക്കെതിരെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട തൃശൂർ വിജിലൻസ് കോടതി വിധി തിടുക്കത്തിലായെന്ന് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. മന്ത്രിസഭയ്ക്ക് തുടരാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാരണം ഇന്നത്തെ വിജിലൻസ് കോടതി വിധി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിയമപരമായ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സംസ്ഥാനത്ത് UDF ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവും നിയമവ്യവസ്ഥയും അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഉമ്മൻചാണ്ടിയിൽ നിന്ന് VM സുധീരനിൽ നിന്നും റിപ്പോർട്ട് തേടിയതായി AICC വക്താവ് രൺദീപ് സിംഗ് സുർജേവാല വ്യക്തമാക്കി. കേരളത്തിലെ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് സോണിയാഗാന്ധി വിലയിരുത്തിയത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്ക് മുതിർന്ന നേതാവ് AK ആന്റണി തുടങ്ങിയവരുമായി സോണിയാഗാന്ധി തിരക്കിട്ട ചർച്ചകൾ നടത്തി. വിവാദത്തിന്റെ വിശദാംശങ്ങൾ തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉമ്മൻചാണ്ടി കോഴ വാങ്ങിയെന്ന വെളിപ്പെടുത്തൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ തകർത്തുവെന്ന് നേതാക്കൾ അറിയിച്ചു. നേതൃമാറ്റം നടത്തി പ്രശ്നം പരിഹരിക്കുന്നതും ചർച്ചയിൽ വിഷയമായി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമോ എന്ന ആശങ്ക ഉയർന്നുവന്നു. ഇതിനിടയിൽ ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡ് നേതൃത്വവുമായി ഇടപെട്ടു. നിയമപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ചാണ്ടി ഉറപ്പ് നൽകി. ഇതിൽ ഹൈക്കമാൻഡ് നേതൃത്വം പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയില്ലെങ്കിലും തൽക്കാലം രാജിവെക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇക്കാര്യം AICC വക്താവ് പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു. അതോടൊപ്പം സംഭവവികാസങ്ങളെക്കുറിച്ച് ചാണ്ടിയിൽ നിന്നും സുധീരനിൽ നിന്നും റിപ്പോർട്ട് തേടിയ കാര്യവും വക്താവ് രൺദീപ് സിംഗ് സുർജേവാല സ്ഥിരീകരിച്ചു. Prima facie, Congress party is of the opinion that there is no need for Shri Oman Chandi to resign now. A detailed report will also be submitted to the Congress party leadership in this regard. മുഗൾ വാസ്നിക്കിനോട് ഉടൻ തന്നെ കേരളത്തിലേക്ക് പോകാനും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സരിതയുടെ വെളിപ്പെടുത്തലും കോടതി നടപടികളും പാർട്ടിയുടെ പ്രതിച്ഛായയെ മോശമാക്കിയെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരക്കിട്ട നടപടികൾ ഉണ്ടാകില്ല. കോടതിയുടെ തുടർ നടപടികൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. AICC ആസ്ഥാനത്തിന് മുമ്പിൽ നിന്നും ക്യാമറാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് കരുണാകരൻ മുതൽ KM മാണി വരെയുള്ളവരെ രാജിവെപ്പിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ കേസിൽ കേസെടുക്കാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ടും രാജിവെക്കില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ വ്യക്തമായിട്ട്, ധാർമ്മികതയ്ക്കപ്പുറമാണ് മനസാക്ഷിയുടെ ശക്തി. ധാർമ്മികതയല്ല പ്രശ്നം, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ള മനസാക്ഷിയാണ് തന്റെ കരുത്തെന്ന് പറയുന്ന ഉമ്മൻചാണ്ടി പക്ഷേ കോൺഗ്രസ് ചരിത്രം പോലും വിസ്മരിക്കുന്നു. 1977 രാജ്യം കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനെതിരെ പരാമർശം നടത്തിയപ്പോൾ കരുണാകരൻ രാജിവെച്ച് മാതൃക കാണിച്ചു. 90കളിൽ ചാരക്കേസ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചു. അന്ന് DGP ആയിരുന്ന രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ ഹൈക്കോടതി പരാമർശം നടത്തിയപ്പോൾ
ശ്രീവാസ്തവയെ സംരക്ഷിക്കുന്ന കെ കരുണാകരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൽ കലാപമുണ്ടാക്കിയ നേതാവാണ് ഉമ്മൻചാണ്ടി. 2005 വനം വകുപ്പിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശത്തെ തുടർന്ന് വനമന്ത്രിയായിരുന്ന KP വിശ്വനാഥനോട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രാജി ആവശ്യപ്പെട്ടതാണ് അടുത്ത സംഭവം. ബാർ കേസിൽ ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് KM മാണിയുടെ രാജി സ്വീകരിക്കുന്നതിന് ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്ന മനസാക്ഷി സിദ്ധാന്തം തടസ്സമായില്ല. കെ ബാബുവിനെതിരെ ഹൈക്കോടതി പരാമർശമുണ്ടായപ്പോൾ ബാബുവിന്റെ രാജി സ്വീകരിക്കാതിരിക്കുന്നതിനായി മേൽക്കോടതിയെ സമീപിക്കുക എന്ന പുതിയ തന്ത്രം ഉമ്മൻചാണ്ടി പയറ്റി. ഇപ്പോൾ ഇതാ കേരള ചരിത്രത്തിലാദ്യമായി ഒരു കോഴക്കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ FIR ഇടാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ ധാർമ്മികത വിഷയമല്ല. മനസാക്ഷിക്ക് മുന്നിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ രാജിവെക്കേണ്ടതില്ല എന്ന ന്യായം മുഖ്യമന്ത്രി പറയുമ്പോൾ കേരളം ഓർക്കുന്നത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് 2 തവണ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച കെ കരുണാകരനെയാണ്. ന്യൂസ് ഡെസ്ക്. മുഖ്യമന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന വിജിലൻസ് കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഐ ഗ്രൂപ്പും VM സുധീരനും നിലപാട് കടുപ്പിക്കുന്നു. മുഖ്യമന്ത്രിയെ പരസ്യമായി പ്രതിരോധിക്കേണ്ടെന്നാണ് ഐ ഗ്രൂപ്പ് നിലപാട്. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി മുഖം രക്ഷിക്കാനാണ് സർക്കാർ നീക്കം. സോളാർ കേസ് ഹൈക്കമാൻഡ് ഗൗരവത്തോടെ നിരീക്ഷിച്ചു തുടങ്ങിയതോടെ മുഖ്യമന്ത്രിക്കെതിരെ ഐ ഗ്രൂപ്പ് നിലപാട് കൂടുതൽ കടുപ്പിച്ചു. ഹരിപ്പാട്ട് പരിപാടികൾ റദ്ദാക്കിയാണ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ പരസ്യമായി പ്രതിരോധിക്കേണ്ടെന്നാണ് ഐ വിഭാഗം നേതാക്കളുടെ തീരുമാനം. FIR ഇട്ട് അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവോടെ പ്രശ്നം ഗൗരവമായെന്ന് ഗ്രൂപ്പ് വിലയിരുത്തുന്നു. കേരളത്തിലെ പ്രശ്നങ്ങൾ KPCC അധ്യക്ഷൻ VM സുധീരൻ ഹൈക്കമാൻഡിന് ധരിപ്പിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ടും സുധീരൻ AICCക്ക് നൽകും. നിലവിലെ ആരോപണങ്ങളുടെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി എങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമെന്ന ചോദ്യം നേതാക്കൾ ഉയർത്തുന്നു. അതേസമയം തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിന് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി മുഖം രക്ഷിക്കാനാണ് A വിഭാഗത്തിന്റെ നീക്കം. കോടതി ഉത്തരവിനെതിരെ അടിയന്തരമായി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കും. പ്രാഥമിക അന്വേഷണം നടത്താതെ FIR ഇട്ട നടപടി നിലനിൽക്കില്ലെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. സർക്കാരിന്റെ അപ്പീലിൽ ഹൈക്കോടതിയുടെ തീരുമാനം നേതൃമാറ്റത്തിൽ നിർണായകമാകുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിജിലൻസ് കോടതി ജഡ്ജിന്റെ ശവമഞ്ചം ഏറ്റിയാണ് പ്രകടനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രി ആര്യാടന്റെയും രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം. സെക്രട്ടേറിയറ്റിലേക്ക് DYFI നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും ഉപയോഗിച്ചതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോഴിക്കോട്ടും മലപ്പുറത്തും മുഖ്യമന്ത്രിക്ക് നേരെ DYFI യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ഡിജിറ്റൽ തെളിവുണ്ടെന്ന സരിത. തെളിവുകൾ സോളാർ കമ്മീഷന് കൈമാറുമെന്നും ചാണ്ടിയുബനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ പറയുമെന്നും അവർ പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ശുഭരാത്രി.